Yes, this is Sabrina Dead Matte. Sabrina Dead Matte. Yes, the skin is 0.30 mm thickness. This is a baby skin product. Yes. Scratch resistant ആണ്. മഞ്ഞൾ വരെ ഇതിലിട്ടിട്ട് തുടച്ചാൽ കറ പിടിക്കില്ല. ഇല്ല, അതായത് കറ അബ്സോർബ് ചെയ്തില്ലെന്നാണോ? ഇല്ല. 10 stunning sober pastel colors. Pastel colors ആണ്. ഇത് കംപ്ലീറ്റ് മാർബിൾ ആൻഡ് സ്റ്റോൺ ഡിസൈൻസിലാണ്. ടോട്ടൽ 30 ഡിസൈൻസ് ഉണ്ട്. നമസ്കാരം. നമ്മുടെ വീഡിയോസിലെ പലപ്പോഴും ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ലാമിനേറ്റ്സ് ആണ്. അതായത് ബേസ് ബോർഡുകളുടെ മുകളിലായിട്ട് നമ്മൾ ചെയ്യുന്ന ലാമിനേറ്റ്സ്. ആ ലാമിനേറ്റ്സിന് പകരം ഇന്നൊരു അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റീവ് ബോർഡ്സ്, ഡെക്കറേറ്റീവ് പ്രോഡക്ട്സിന് പകരം ഡെക്കറേറ്റീവ് പേപ്പേഴ്സ് ആയിട്ടുള്ള ലാമിനേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, വിനീർ യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ പകരമായിട്ട് ഒരു ബോർഡ്, അതാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഫ്യൂമയുടെ ആ ഒരു ഫംഗ്ഷനിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സിബിഷനിലാണ്. സോഹ ലാൻഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ആ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സലീമക്കാണ്. സലീമക്ക, മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ഡയറ്റമഡ് ബോർഡിലായിരുന്നു. ഡയറ്റമഡ് ബോർഡ് സോഹ വുഡ് പ്രോഡക്റ്റിലായിരുന്നു നിന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് നമ്മൾ അതിനകത്തൊന്ന് മെൻഷൻ ചെയ്ത് വിട്ടായിരുന്നു. ആ പ്രോഡക്റ്റ് ആണ് ഈ ഇരിക്കുന്നത് അല്ലേ? ഇത് സബ്രീന ഡെഡ് മാറ്റ് ആണ്. സബ്രീന ഡെഡ് മാറ്റ്. ഓക്കെ. അതിന്റെ പല കളേഴ്സ് ഇവിടെ ഉണ്ട്, ഓരോന്നും നമുക്ക് കാണിക്കാം. സാർ, ഇതിന്റെ പ്രത്യേകതകൾ, ഇത് എന്തിനൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാം, പറയും. ഇതിന്റെ പ്രത്യേകതകൾ മാത്രം പറയാം ആദ്യം. ഓക്കെ. അതായത് സബ്രീന ഡെഡ് മാറ്റ് ഇറ്റ്സ് എ ഫിലിം ഇലക്ട്രോൺ ബീം ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തേക്കാണ്. ഇലക്ട്രോൺ ബീം ടെക്നോളജി വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കിന്നാണ്. ദി സ്കിൻ ഇസ് 0.30 mm thickness. അത്ര തിക്നെസ് ഉള്ളൂ. ശരി. പിന്നെ ഇത് PUR ലാമിനേഷൻ ആണ്. യെസ്, PUR ലാമിനേഷൻ അല്ലേ? ശരി. ഓക്കെ. ദിസ് ഇസ് നോട്ട് മാനുവലി ഡൺ, ഇറ്റ് ഇസ് ഡൺ ഇൻ ദ മെഷീൻ. ഫുള്ളി മെഷീൻ വർക്കാണ്. മെഷീൻ വർക്ക് മാത്രം. ഓക്കെ. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്, സാധാരണ ലാമിനേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനുണ്ടാവുന്ന ചില ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കറ പിടിക്കും, നിരന്തരം വെള്ളം വീണ് പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ലെയേഴ്സ് ആണല്ലോ. കറക്റ്റ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ കൈ ഓടിച്ച് ഫീൽ ചെയ്ത് നോക്കിക്കോളൂ. ദിസ് ഇസ് എ ബേബി സ്കിൻ പ്രൊഡക്റ്റ്. യെസ്. ബിക്കോസ് ദിസ് ഫിലിം ഇസ് കം ഔട്ട് ഓഫ് എക്സൈമർ. ബേബി സ്കിൻ ആണ്. സ്മൂത്ത്. ഓക്കെ. സെക്കൻഡ് ക്വാളിറ്റി ഇസ് ദാറ്റ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് ആണ്. ഇനി ഇൻ കേസ് സ്ക്രാച്ച് വീണാൽ, ഇഫ് ദ സ്ക്രാച്ച് ഇസ് നോട്ട് മോർ ദാൻ 0.3 mm, അത് ചൂടുവെള്ളം ഒരു കോട്ടൺ ക്ലോത്തിൽ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ദ സ്ക്രാച്ച് വിൽ ഗോ. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ വണ്ടികളിലൊക്കെ PPF ടെക്നോളജി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളം തൊട്ട് തുടയ്ക്കാനാണ് പറയുന്നത്. ആ ടൈപ്പ് ഒരു മെറ്റീരിയൽ പെട്ടെന്ന് ഈ വണ്ടിയുള്ളവർ അത് ചെയ്യുന്നവർക്കും പെട്ടെന്ന് റിലേറ്റ്. മാത്രമല്ല ഇത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. നിങ്ങൾ മഞ്ഞൾ വരെ ഇതിലിട്ടിട്ട് തുടച്ചാൽ കറ പിടിക്കില്ല. അതായത് കറ അബ്സോർബ് ചെയ്തില്ലെന്നാണോ? ഇതിൽ കുറെ ഡിസൈൻസ് ഇവിടെ ഉണ്ട്. ഇതിൽ ഏതൊക്കെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്? ഇത് പേൾ വൈറ്റ് ഉണ്ട്, ഗ്രഫൈറ്റ് ബ്ലാക്ക് ഉണ്ട്, റോഡ്ഗസ്റ്റ് അയൺ ഉണ്ട്, സാൻഡ് ഗ്രേ ഉണ്ട്, ആൽപ്സ് വൈറ്റ് ഉണ്ട്. അത് പ്യൂർ വൈറ്റ് എന്ന് തന്നെ വേണം പറയാം അല്ലേ? ആൽപ്സ് വൈറ്റ് ഇസ് നോട്ട് പ്യൂർ വൈറ്റ്, ആൽപ്സ് വൈറ്റ്. ഐ മീൻ ആൽപ്സിലൊക്കെ സ്നോ വീണ്ടെടുക്കുന്ന ആ ഒരു ഇത്. ശരി. പിന്നെ ഇത് സ്മോക്ക് ഗ്രേ ആണ്. ഇവിടെ മോഡേൺ ഗ്രേ ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് പൈൻ നീഡിൽ ഗ്രീൻ ആണ്. ഓക്കെ. ലാറ്റെ ഗ്രേ ഉണ്ട്. ഓക്കെ. പിന്നെ വി ഹാവ് റെലോട്ട് റെഡ്. ഇത്രയും പ്രോഡക്റ്റ് ഇത്രയുമാണുള്ള, ഇനി കൂടുതലുണ്ടോ? ഇല്ല, ഈ 10 സോബർ കളേഴ്സ് മാത്രമാണ് സബ്രീന ഡെഡ് മാറ്റിൽ ഇപ്പോൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ലാമിനേറ്റ് വിൽക്കുന്നത് പോലെ ചുരുട്ടി വിൽക്കുന്ന ഒരു പരിപാടി അല്ല ഇത്. അല്ല, ദിസ് കംസ് ഇൻ റോൾ. ഈ റോളാണ് മെഷീനിൽ കൂടി ഈ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ആക്കും. സാധാരണ കാണുന്ന ആൾക്കാർക്ക് ഇത് സാധാരണ ലാമിനേറ്റിന്റെ കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ വിൽക്കുന്നത്. ലാമിനേറ്റ് ഇസ് നോർമലി 0.8 mm അല്ലെങ്കിൽ 1 mm തിക്നെസ്സിലുള്ള സാധനമാണ്. ദിസ് ഇസ് ഓൺലി 0.30. ഏതൊക്കെ ബേസ് മെറ്റീരിയൽ ആയിട്ട് എന്തൊക്കെ ഇതിന് യൂസ് ചെയ്യാം? ഇതിന് യു ക്യാൻ യൂസ് പാർട്ടിക്കൽ ബോർഡ്, MDF, HDF, all synthetic boards, PVC, WPC, 3 layer. ഏതിന് യൂസ് ചെയ്യാം? And plus ഞങ്ങളുടെ സോഹ വുഡ്. അതെ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ സോഹ വുഡിൽ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്.
ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ചില യൂണീക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യിക്കുന്നത്. ആ പ്രൊഡക്റ്റിന്റെ എക്സിസ്റ്റൻസും അത് തന്നെയാണ്. ഇതിന്റെ വില നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം ഏത് ബോർഡിൽ ഏത് ബേസ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അതിന്റെ പ്രൈസ് വരിക. അതുകൊണ്ട് അത് സെപ്പറേറ്റ് വിലയാണ്, ബേസ് മെറ്റീരിയലിന് വേറെ വില, സെപ്പറേറ്റ് വിലയാണ്. അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. Still it will be cheaper than laminates. ലാമിനേറ്റ്സിനൊക്കെ ഓക്കെ. ഇതിൽ ഫയർ റിട്ടാർഡേഷൻ ഒക്കെ എന്തുമാത്രം ഉണ്ടാവും? ഇത് ഫയർ റിട്ടാർഡന്റ് ആണ്. ഫയർ റിട്ടാർഡന്റ് ആണ്. സ്കിന്നും ഫയർ റിട്ടാർഡന്റ് ആണ്. ഓക്കെ. അതായത് കത്തിപ്പിടിക്കുകയല്ല, ഉരുകി തീരുകയാണ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. പിന്നെ ടെർമൈറ്റ് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ടെർമൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ കൂടിയാണല്ലേ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ഫീച്ചർ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇത് ആന്റി ഫിംഗർ മാർക്സ് ആണ്. അതായത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചാലും ഇതില് ഫിംഗർ മാർക്സ് വരില്ല. സാധാരണ നമ്മൾ ലാമിനേറ്റ് ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ PU ഫിനിഷ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അതിനകത്ത് ഫിംഗറിന്റെ ആ ഒരു സംഗതി എങ്ങനെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. ഈ ഡെഡ് മാറ്റില് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ സോവാലാൻഡിന്റെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ഗ്ലോസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് സാർ, ഇത് നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇത് ആന്റി ഫിംഗർ അല്ല, അതായത് ഫിംഗർ മാർക്ക് വരും. ശരി. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് the price wise it is lower than the dead mat. കുറച്ചുകൂടെ കുറവാണ്. അത് ശരി. അങ്ങനെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി. ഇതിന്റെ എനിക്ക് തോന്നുന്ന ഡിസൈൻസ് കളേഴ്സ് ധാരാളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? സെയിം 10 ഡെഡ് മാറ്റിലുള്ള സെയിം 10 കളേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതിലും സാർ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും സെയിം ഫീച്ചേഴ്സ്, റെസ്റ്റ് എല്ലാം സെയിം ആണ്. ഓക്കെ. ബാക്കി എല്ലാം സെയിം ആണ്. അങ്ങനെ അതായത് ആന്റി സ്ക്രാച്ച് ആണ്, ആൻഡ് what do you call മറ്റേ ആന്റി സ്റ്റെയിൻ ആണ്. പക്ഷെ ആന്റി ഫിംഗർ അല്ല എന്ന് മാത്രം. ഇതിലിപ്പോ നമ്മുടെ സിംഗിൾ കളേഴ്സ് ആണ് കാണുന്നത്, സോളിഡ് കളേഴ്സ് ആണ്. സോളിഡ് കളേഴ്സ്, വുഡ് കളേഴ്സ് നമുക്ക് ഇതുവരെ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പ്ലാൻ ഉണ്ട് ഇൻ ദ ഫ്യൂച്ചർ. പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു 10 stunning sober pastel കളേഴ്സ് ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാർബിൾ ഫിനിഷ് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. പെട്ര VC ഹൈ ഗ്ലോസ്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടാൽ. ഇത് എനിക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ഓർമ്മ വരുന്നത്. പറഞ്ഞത് അതായത് ഇത് പെട്ര VC ഹൈ ഗ്ലോസ് ആണ്. ഓക്കെ. ഇത് കംപ്ലീറ്റ് മാർബിൾ ആൻഡ് സ്റ്റോൺ ഡിസൈൻസിലാണ്. ടോട്ടൽ 30 ഡിസൈൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കോമൺ ഒരു നോർമൽ മാർക്കറ്റിൽ ഇട്ട ഒരു മാർബിൾ ഡിസൈൻ അല്ല. അത്രയും ഡിസൈൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 30 ഡിസൈൻസ് വി ഹാവ്. ഇതും അതേപോലെ തന്നെ ഇത് 0.35 mm thickness ആണ് ഇതിന്റെ ഫിലിം. ദിസ് ക്യാൻ അപ്ലൈ ഓൺ ഈ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കൽ ബോർഡ് ആൻഡ് PVC, WPC, HDF, MDF, HDSMR ഏതിലും ചെയ്യാം. ഇവിടെ കുറേയേറെ ഡിസൈൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് നടന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ ഫുൾ ഹൈറ്റിൽ 9.5 ഫീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു റൂമിന്റെ ഫുൾ ഹൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനുള്ള പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പാനൽ ഞങ്ങളുടെ കയ്യിൽ കാർബൺ സ്റ്റീൽ പാനൽ ഉണ്ട് 5 mm തിക്നെസ്. അത് വാൾ ക്ലാഡിംഗ് ചെയ്യാൻ വേണ്ടി. ശരി. അപ്പൊ അതിന് മറ്റേ ഡെക്കറേറ്റീവ് അലുമിനിയം പ്രൊഫൈൽ വയ്ക്കുക, നേരെ സ്ലൈഡ് ചെയ്താൽ. ഓക്കെ. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. എന്താ കാരണം? ചെയ്യാൻ സാധിക്കും. പിന്നെ ഓക്കെ. കാര്യം പ്ലൈയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ നമുക്ക് പ്ലൈയില് ഇന്ത്യൻ പ്ലൈവുഡില് അത് ഏത് കമ്പനിയുടെ പ്ലൈവുഡിലായാലും ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. കാരണം അതിന് അൻഡുലേഷൻസ് ഉള്ളതല്ലേ. ഓക്കെ. പ്ലൈ അല്ല, ബാക്കിയുള്ള എല്ലാത്തിലും. അതേസമയം നമുക്കിത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ പ്രൊഫൈലിനകത്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. 3.5 mm തിക്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. യെസ്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ കുറച്ച് മുന്നേ പറയുന്ന ഫയർ റിട്ടാർഡന്റ് ആണ്. പിന്നെ അതുപോലെ ടെർമൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിലും നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ബേസ് ബോർഡിന്റെ ബെൻഡബിലിറ്റി പോലെ ഇരിക്കും ഇതിന്റെയൊക്കെ ബെൻഡിങ് സ്ട്രെങ്തും കാര്യങ്ങളും. അതത്രേ ഉള്ളൂ. അത് the base board is the most important thing. ആ പാനൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി പെർഫോമൻസസ്. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് മാത്രമല്ല, ഇതിന്റെ തൊട്ടപ്പുറ വശത്തും ധാരാളം പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ ഡിസൈൻ. എനിക്ക് തോന്നുന്ന എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. 30 ഡിസൈൻസ് ആണ് ഇതിലുള്ളത്. ഞങ്ങളുടെ കിറ്റിയില് ആ 30 ഡിസൈൻസും ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം യൂണിക് സംഭവങ്ങളായതുകൊണ്ട് ഇത് ആദ്യമായിട്ട് ഇന്നാണ് ലോഞ്ചിങ്. ശരി. ഈ 3 സർഫസും പിന്നെ ഞങ്ങളുടെ സോഹ വുഡ് എന്ന് പറയുന്ന ആ പാനലും ആ പ്രോഡക്റ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സോഹ വുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് എന്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരുന്നു. അത് ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതും അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഡീലർ ത്രൂ അല്ല.
ഓക്കെ. We are not interested in that. ഡീലർ ത്രൂ അല്ല, ബേസിക് ആയിട്ട് ആർക്കിടെക്ട്, Builders, ഡിസൈനേഴ്സ്, ബിൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, end users. എൻഡ് യൂസേഴ്സ്. Specifically, I'll be happy to give to the end users. എൻഡ് യൂസേഴ്സ്, കാര്യം അവരാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. യെസ്, അങ്ങനെയുള്ളവർക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലേ? കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും സാധിക്കുന്ന പോലെ ചെയ്യും. ബിക്കോസ് ഇത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും ടൈമും ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പക്ഷെ എന്നാലും വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു സർവീസ്. യാ, ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ അടക്കം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ മുറ്റത്തെത്തുന്ന രീതി നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്നത് സർവീസാണ്, വളരെ കൃത്യമായിട്ട് കിട്ടും. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ചു. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ.